നിങ്ങളിൽ പലർക്കും ഒരു സംശയമുണ്ടായിരിക്കാം, സിവിൽ കേസ് ഒന്ന് ഫയൽ ചെയ്താൽ എന്തുകൊണ്ടാണത് വർഷങ്ങളോളം നീളുന്നത്? ഒരുപാട് പേർക്ക് നേരിട്ടിട്ടുള്ള അനുഭവമാണ്. കേസുകൾ 5 വർഷം, 10 വർഷം, ചിലപ്പോൾ അതിലും കൂടുതൽ നീളുന്നു. സിവിൽ കേസ് എന്തുകൊണ്ട് നീളുന്നു, അത് വേഗത്തിൽ തീർക്കാൻ എന്ത് ചെയ്യാം എന്നെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണൂ. സിവിൽ കേസ് എന്തുകൊണ്ട് നീളുന്നു, അത് വേഗത്തിൽ തീർക്കാൻ എന്ത് ചെയ്യാം എന്നെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണൂ. കോടതികളിൽ കേസുകൾ നീണ്ടുപോകുന്നതിനുള്ള ഒരു കാരണം കോടതികളിലെ കേസുകളുടെ തിരക്കാണ്. കോടതികളിൽ ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് കേസുകൾ പെൻഡിംഗ് ആണ്. ഓരോ ജഡ്ജിക്കും പരിഗണിക്കേണ്ട കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓരോ കേസിനും സമയം കിട്ടാൻ വൈകും. പുതിയതായി ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് ആദ്യമൊക്കെ വളരെ നീട്ടിയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. 4-5 മാസം ഗ്യാപ്പ് വരും. തീയതികൾ മാറ്റിവെക്കുന്നത് മറ്റൊരു കാരണമാണ്. ഇത് ഏറ്റവും വലിയ കാരണവുമാണ്. വാദം പറയാനും ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനും ഒക്കെ വക്കീൽ സമയം ചോദിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ കക്ഷികൾ, അതായത് വാദികളും എതിർകക്ഷികളും മൊഴി കൊടുക്കാൻ തയ്യാറായി വന്നിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ സാക്ഷി വന്നിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ താമസിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒക്കെ കേസ് മാറ്റിവെക്കാറുണ്ട്. ഇങ്ങനെ തീയതി മാറ്റിയാൽ എന്ത് സംഭവിക്കും? ഒരു കേസ് വർഷങ്ങളോളം നീളും. തെളിവുകളും സാക്ഷികളും വൈകുന്നത് കേസ് നീളുന്നതിന് മറ്റൊരു കാരണമാണ്. ഒരു കേസ് ജയിക്കാൻ തെളിവുകൾ വളരെ പ്രധാനമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ വൈകുന്നതും, സാക്ഷികൾ കോടതിയിൽ ഹാജരാകാത്തതും, സാക്ഷികൾ ഹാജരായാലും അഡ്വക്കേറ്റ് റെഡിയാകാത്തത് കൊണ്ട് ക്രോസ് എക്സാമിനേഷൻ നീണ്ടുപോകുന്നതും ഒക്കെയാണ്. ഇതെല്ലാം ചേർന്നാൽ കേസ് മുന്നോട്ട് പോകാതെ നിൽക്കും. സിവിൽ കേസിൽ നിയമ നടപടികൾ കുറച്ച് സങ്കീർണമാണ്. ഇതും കേസ് നീളുന്നതിനൊരു കാരണമാണ്. സിവിൽ കേസ് ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ല. സിവിൽ കേസുകളിൽ പല ഘട്ടങ്ങളുണ്ട്. കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എതിർകക്ഷികൾക്ക് സമൻസ് അയക്കും. സമൻസ് കറക്റ്റ് അല്ലെങ്കിലോ അഡ്രസ് കറക്റ്റ് അല്ലെങ്കിലോ ഒക്കെ എതിർകക്ഷി സമൻസ് കൈപ്പറ്റുന്നവരെ സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. ഇനിയും പ്രതി ഹാജരായി കഴിഞ്ഞാൽ പത്രിക, അതായത് അവരുടെ തർക്കം ഫയൽ ചെയ്യും. അതിനായി അവർ സമയം ചോദിക്കുകയോ തർക്കം ഉടനെ ഫയൽ ചെയ്യാതെ ഇരിക്കുകയോ ചെയ്താൽ കേസ് വീണ്ടും നീണ്ടുപോകും. ഇരുഭാഗത്തിൻ്റെയും എവിഡൻസ് എടുക്കുന്നതാണ് അടുത്ത നടപടി. അതിന് റെഡി ആയില്ലെങ്കിൽ എവിഡൻസ് എടുക്കുന്നത് നീണ്ടുപോയാൽ കേസ് വീണ്ടും നീളും. അടുത്തത് വാദം പറയുകയാണ്. അതും ഇരുഭാഗം വക്കീലന്മാരും റെഡി അല്ലെങ്കിൽ വീണ്ടും നീണ്ടുപോകും. കൂടാതെ ഇടയ്ക്ക് പുതിയ പെറ്റീഷൻസ് ഫയൽ ചെയ്യുമ്പോൾ, അതായത് ഒരു കേസിനിടയ്ക്ക് എതിർകക്ഷി മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പെറ്റീഷൻ ഫയൽ ചെയ്താൽ അതിൻ്റെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനും വാദം കേൾക്കാനും മാറ്റിവെക്കുകയും കേസ് വീണ്ടും നീണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ ഓരോ ഘട്ടവും പൂർത്തിയാക്കാൻ സമയമെടുക്കും തോറും കേസ് നീണ്ടുപോകും. ഇനിയും കേസ് തീർന്നാലോ? അപ്പോഴും കഥ അവസാനിക്കുന്നില്ല. ഒരു വിധി വന്നാലും പരാജയപ്പെട്ട പാർട്ടി മേൽക്കോടതിയിൽ അപ്പീൽ പോകും. ഇങ്ങനെ കേസ് വീണ്ടും നീളും. ചിലർ കേസ് ഉദ്ദേശപൂർവ്വം നീട്ടും. എന്തിനാണെന്നറിയാമോ? സമയം നേടാൻ, അല്ലെങ്കിൽ മറുഭാഗത്തെ സമ്മർദ്ദത്തിലാക്കാൻ. എതിർകക്ഷി കോടതിയിൽ കുറച്ച് കയറി ഇറങ്ങട്ടെ എന്ന് പറയുന്ന കക്ഷികളുമുണ്ട്. അവർ കേസ് മാക്സിമം നീട്ടാൻ ആവശ്യപ്പെടും. ജഡ്ജിമാരുടെ കുറവും കേസ് നീണ്ടുപോകുന്നതിനൊരു കാരണമാണ്. രാജ്യത്ത് ആവശ്യത്തിന് ജഡ്ജിമാരില്ലാത്തത് കേസുകൾ തീർപ്പാക്കുന്നതിൽ താമസം ഉണ്ടാക്കുന്നുണ്ട്. സർക്കാർ കക്ഷിയായിട്ടുള്ള കേസുകളും സാധാരണയായി തീർപ്പാക്കാൻ കൂടുതൽ സമയമെടുക്കും. ഇനി എങ്ങനെയാണ് കേസുകൾ വേഗത്തിൽ തീർക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. സ്ഥിരമായി ഹാജരാകുക എന്നതാണ് ആദ്യത്തെ കാര്യം. അതായത് നിങ്ങളും നിങ്ങളുടെ അഭിഭാഷകനും എല്ലാ തീയതികളിലും ഹാജരാകണം. അനാവശ്യമായ തീയതി മാറ്റാൻ ശ്രമിക്കരുത്. ആവശ്യമായ എല്ലാ തെളിവുകളും മുൻകൂട്ടി തയ്യാറാക്കണം. ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കുന്നത് വൈകിയാൽ കേസ് പിന്നോട്ട് പോകും. തീയതി മാറ്റണമെന്ന് കോടതിയോട് ആവർത്തിച്ച് അപേക്ഷിക്കാതിരിക്കുക. ഇത് കേസ് സ്ലോയാക്കും. കോടതി ചിലപ്പോൾ ഇത് ശ്രദ്ധയിലെടുക്കുകയും ചെയ്യും. പരിചയസമ്പന്നനായ അഭിഭാഷകനെ കേസ് ഏൽപ്പിക്കുക. അത് കേസ് വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അനാവശ്യ നടപടികൾ ഒഴിവാക്കാനും കഴിയും. കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിന് വേണമെങ്കിൽ ശ്രമിക്കും. ഇരു കക്ഷികളും ഒത്തുതീർപ്പിന് തയ്യാറാണെങ്കിൽ മീഡിയേഷനും അദാലത്തുകളും വഴി പല കേസുകളും വേഗത്തിൽ തീർക്കാൻ കഴിയും. കേസ് തീർപ്പാക്കാൻ ഇരു കക്ഷികളും തയ്യാറാണെങ്കിൽ ഈ ഒരു വഴി പരീക്ഷിക്കാവുന്നതാണ്. ഈ കേസ് വേഗത്തിൽ കേൾക്കണം എന്ന് കോടതിയിൽ അപേക്ഷ നൽകുകയും കേസ് വേഗത്തിലാക്കാൻ കഴിയും. ഇനി കേസ് അനാവശ്യമായി നീണ്ടുപോവുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാം. കേസ് വേഗത്തിൽ തീർക്കാൻ അവിടെ നിന്നും കോടതിക്ക് നിർദ്ദേശം കൊടുക്കും. കേസ് വ്യക്തമായി തയ്യാറാക്കുക എന്നതാണ് മറ്റൊരു കാര്യം. അതായത് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് വ്യക്തമായിട്ട് പറയുക. എവിഡൻസ് ക്ലിയർ ആയിരിക്കണം. കൺഫ്യൂഷനുള്ള കേസുകൾ കൂടുതൽ സമയമെടുക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, സിവിൽ കേസ് നീളുന്നത് ഒരൊറ്റ കാരണം കൊണ്ടല്ല. ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് ടൈം പാലിക്കുക, ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുക, എവിഡൻസ് കൊടുക്കാൻ താമസിക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത ഡിലേ ഒഴിവാക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.